എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഫ്ലവർ. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനായിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം 500 ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ, കുറച്ചുകൂടി ഇത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് തവിട്ട് വെമ്പാടയാണ്. തവിട്ട് വെമ്പാട എന്നാണ് പറയുക. ഇതിപ്പോൾ എല്ലാ പച്ചമരുന്ന് കടകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് 20 ഗ്രാമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വയമ്പ് വേണം, അതും 20 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം നമ്മളിത് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. വയമ്പ് നമ്മൾ ആദ്യം ചെറുതാക്കി ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇത്തിരി കനമുള്ളതായതുകൊണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു കിട്ടും, കുഴപ്പമൊന്നുമില്ല. മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്തത് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ കാച്ചി എടുക്കുന്നൊന്നുമില്ല. നമ്മളിത് ഇതിലിട്ടിട്ട് നമ്മൾ വെയിലത്ത് വെക്കുകയാണ്. 5 ദിവസം നമ്മളിത് വെയിലത്ത് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 5 ദിവസം നല്ലോണം വെയിലത്ത് വെക്കാം. ഇത് നമ്മൾ കാച്ചെടുക്കുന്ന സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ പഴയ ആളുകളുടെയൊക്കെ ഒരു വിശ്വാസമാണ്, ആരും കാണരുത്, ഫലം കിട്ടില്ല എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ശരിയുടൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ 5 ദിവസം വെയിലത്ത് വെച്ചെടുക്കാം. ഇതിപ്പോൾ 5 ദിവസം വെയിലത്ത് വെച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി. ഇത് തവിട്ട് വെമ്പാടയുടെ കളറാണ് കേട്ടോ, ഒരു പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കയ്യിൽ നമ്മൾ തേക്കുമ്പോൾ കയ്യിലൊന്നും ആവില്ല. നമ്മുടെ നാൽപ്പാമ്പരാതി പോലെ കയ്യിലും കളറൊന്നും ആവില്ല, പക്ഷെ നല്ല വെളിച്ചെണ്ണയാണിത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ തന്നെ നമ്മൾ തേക്കേണ്ട, കാരണം അതിൽ പൊടികളൊക്കെ നമ്മൾ പൊടിച്ചെടുത്തതുണ്ടാവുമല്ലോ. ഇത് നല്ലോണം അരിച്ചെടുക്കാം. നല്ലോണം ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് അരിച്ചെടുക്കാം. ഇതിലെ തവിട്ട് വെമ്പാടയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നത്. തവിട്ട് വെമ്പാടയാണ് നമുക്ക് എല്ലാ പച്ചമരുന്ന് കടകളിൽ നിന്നും നമുക്കത് വാങ്ങാൻ കിട്ടും. പിന്നെ വയമ്പ് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തലയിൽ തേക്കുന്നില്ല, ദേഹത്ത് മാത്രമാണ് തേക്കുന്നത്. അതായത് ഞാനിപ്പോൾ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.